ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉച്ചത്തെ ഫുഡ് റെഡിയാക്കുന്ന ഒരു വീഡിയോ നോക്കിയാലോ. ഇന്ന് വന്ന് ഫിഷ് കിട്ടിയിരിക്കുന്ന വെച്ചാൽ അയലയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിരുന്നു. അപ്പം ഞാൻ അത് കറിയാക്കാമെന്നും കരുതി കുറച്ച് ഫ്രൈയും ആക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ വാൽ സൈഡ് മാത്രം. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ വെജായിട്ട് ക്യാബേജ് തോരനാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ തോരന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മീൻ കറി അടുപ്പിൽ വയ്ക്കാം കേട്ടോ. ഇതും ഫിഷ് കറിയൊക്കെ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ചാറ് കുറുക്കി എടുക്കുന്നില്ല കേട്ടോ. ഫ്രഷ് ആയതുകൊണ്ട് തന്നെ തീരെ ഒരുപാട് കുറുക്കിയില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചട്ടിയിൽ ഇരുന്നിട്ട് കുറച്ചും കൂടെ കുറുകി വരും. അപ്പം നമുക്കടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ, വാലിൻ്റെ സൈഡുണ്ടല്ലോ, അത് മാത്രമാണ് ഫ്രൈ ആക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ വീഡിയോയും ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തത് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇതിൽ ഞാൻ ചേർത്തില്ല. സാധാരണ പൊടികളും ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിടാവേ. മീനിൻ്റെ ഒരു സൈഡ് പാകമായിട്ടുണ്ട്. മറിച്ചിടാനും നോക്കുമ്പോൾ മീൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാന്ന്, എന്തോ ചെയ്യാനാന്ന്. ഓക്കെ, അങ്ങനെ ഒരുവിധം മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ മീൻ ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് കഴിക്കാൻ ചോറിടാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കുക കേട്ടോ. പിന്നെ കമൻ്റ് ഇടുക കേട്ടോ. ഷെയർ ആക്കുക കേട്ടോ. ഒരു പ്രാവശ്യം അയല മീൻ കിട്ടുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ട്രൈ ചെയ്യുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ക്യാബേജ് തോരന്, അയല മീൻ കറി, ഫ്രൈ കേട്ടോ. അയല ചൂടോടെ കഴിക്കണമെന്ന് മാത്രം. ചൂടോടെ കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.